ഹലോ മങ്സ്, വെൽക്കം ടു ടോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂവ്മെൻറ്റിൻ്റെ മെയിൻ ട്രേഡ് ഡ്രോപ്പാണ്. സോ അറിയാം, നമുക്ക് ടെസ്റ്റിൻ്റെ ട്രേഡ് ഡ്രോപ്പ് ഒരു 2-3 മാസം മുന്നേ കംപ്ലീറ്റ് ആയതാണ്. പക്ഷേ അതിൻ്റെ ഡ്രോപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. എതിരെ മെയിനായിട്ട് ക്ലെയിം ചെയ്തവർക്ക് ഓൾറെഡി ക്ലെയിം ആയിട്ടുണ്ടാവും. പക്ഷേ ഡ്രോപ്പ് മോഡ്സിനോട് ചോദിച്ചപ്പോൾ പറയാൻ പറ്റുന്നത് ചിലപ്പോൾ ഏർലി ജൂണിൽ ചിലപ്പോൾ ഡ്രോപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ്, മോസ്റ്റ് പോസിബിൾ ചാൻസ് ഉണ്ടെന്നാണ് വന്നത്. പക്ഷേ ഇവരുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് കാരണം ടോക്കണിൻ്റെ വില വളരെ നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു പമ്പ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് ന്യൂസൊക്കെ വരണം. അവരുടെ ഋഷി സുനാക്കിനും അവരുടെ മെയിൻ ടീമിൻ്റെ CEO ഒക്കെ എന്ത് ചെയ്തു, ഓൾറെഡി നമ്മൾ എക്സ്പെൽ ചെയ്തു. ഇനി പുതിയ ടീംസ് വന്നിട്ട് അവർ വീണ്ടും ഇൻഡസ്ട്രീസിനെ വീണ്ടും പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മൂവ്മെൻറ്റിൻ്റെ പാർത്തനോൺ ബീറ്റ മെയിൻനെറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് മെയിൻനെറ്റ് പ്രോഗ്രാം ഇപ്പോൾ 2 മാസം 3 മാസം അങ്ങനെ അതുകൊണ്ട് തീരുമെന്ന് പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നല്ല സമയമെടുക്കാം. സോ ക്ഷമയുള്ളവരും അത്യാവശ്യം ഫണ്ട് ഉള്ളവർ മാത്രം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഫണ്ടില്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഫണ്ട് വേണമെന്ന്. വളരെ കുറവ് ഫണ്ട് മാത്രം മതി. സോ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്തായാലും ചെയ്യുക. കാരണം ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പൊട്ടൻഷ്യൽ എയർ ഡ്രോപ്പ് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം യൂസേഴ്സ് വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. കാരണം ഇന്റേണൽ കോൺഫ്ലിക്ട്സും അതുപോലെ തന്നെ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ ലെഫ്റ്റായി. ഇപ്പോൾ അധികം യൂസേഴ്സ് ചിലപ്പോൾ മെയിനെറ്റിൽ ആക്ടിവിറ്റി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അർജ് ചെയ്യുകയാണ്. വളരെ കുറവ് പൈസ മതി. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗൈഡ് എല്ലാം നമുക്ക് ഇവിടെ കിടക്കേണ്ടത്. നമ്മുടെ ഡിസ്കോഡിൽ ഇവിടെ മെയിനെറ്റ് ഗൈഡ്, അതുപോലെ എങ്ങനെയാണ് ബ്രിഡ്ജ് ചെയ്യുക, അതുപോലെ പാർത്തിനോൺ ന്യൂസ്. പാർത്തിനോൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടെസ്റ്റ് നെറ്റിന് ഒരു സൈറ്റ് ഉണ്ടാക്കില്ല. നമ്മുടെ മൊണാഡിന് അവർക്കൊരു സെപ്പറേറ്റഡ് എക്കോസിസ്റ്റം സൈറ്റ് ഇല്ലേ, അതുപോലെ ഈ മൂവ്മെൻറ്റിന് ഒരു എക്കോസിസ്റ്റം സൈറ്റാണ് ഈ പാർത്തിനോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർത്തിനോൺ സൈറ്റിൽ കയറിയിട്ടാണ്, പാർത്തിനോണിലാണ് നമുക്ക് എല്ലാ ടാസ്ക് ഉള്ളത്. ഇപ്പോൾ കറൻറ്റ്ലി ആകെ കുറച്ച് ക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. സൂൺ നമുക്ക് എന്തോരം നമുക്ക് ടെസ്റ്റ് നെറ്റ് പോലെ തന്നെ സ്പാർട്ടൻസ്, സ്കോളേഴ്സ്, എക്സ്പ്ലോറേഴ്സ്, പാത്ത് ഫൈൻഡേഴ്സ്, ക്രിയേറ്റേഴ്സ്, ഇതിലെല്ലാത്തിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് വരുന്നതാണ് വന്നത്. ഇപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേരുകളൊക്കെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇതിൽ വരെയായിരിക്കും. നമുക്കിപ്പോൾ കുറച്ച് ക്വസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന നേരത്ത് ഒരു ഇച്ചിരി സമയം എടുക്കും. ഒന്ന് ക്ഷമയോടെ എടുക്കുക. കാരണം റേസർ വാലറ്റ് അല്ലെങ്കിൽ ഏത് വാലറ്റ് ചൂസ് ചെയ്താലും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, വാലറ്റൊക്കെ ഒന്ന് ലോഡായി വരാം. പക്ഷേ ക്ഷമയോടെ ഇരിക്കുക. ലോഗ് ചെയ്യുമ്പോൾ മാത്രമുള്ള ആവശ്യമുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കേസ് വന്നത് ഇനി നമുക്ക് എന്താണ്, വാലറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ വാലറ്റ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഞാൻ യൂസ് ചെയ്യുന്നത് റേസർ വാലറ്റ് ആണ്. കാരണം ഞാൻ റേസർ വാലറ്റ് തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തത്, ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പിന് യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പിന് യൂസ് ചെയ്ത അതേ വാലറ്റ് തന്നെ റേസർ വാലറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രോം വെബ് സ്റ്റോറിൽ പോയിട്ട് റേസർ വാലറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിനെ സെറ്റപ്പ് ചെയ്യുക. അതിൻ്റെ കീ ഒക്കെ എന്തായാലും എടുത്ത് വയ്ക്കാനായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റേസർ വാലറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റേസർ വാലറ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഉള്ളത് OKX വാലറ്റ് ആണ്. അപ്പോൾ OKX വാലറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, കൺവീനിയൻ്റ് അനുസരിച്ച്. നിങ്ങൾക്ക് OKX വാലറ്റ് ആണ് എളുപ്പം കഴിഞ്ഞാൽ OKX വാലറ്റ് എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി അടുത്ത സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇനി നിങ്ങൾക്ക് എന്ത് വേണം, മൂവ്മെൻറ്റ് മെയിനെറ്റ് ചെയ്യാനായിട്ട് വേണം ടോക്കൺ നിങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെ മെയിനെറ്റിൽ വേണം. അതാണ് നിങ്ങൾക്ക് അടുത്ത് വേണ്ട സാധനം. അപ്പോൾ അതെങ്ങനെ എത്തിക്കാന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് 2 മെത്തേഡാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്താണ്, നമുക്കിവിടെ മെയിനെറ്റ് ഗൈഡിലുണ്ട് ബ്രിഡ്ജ് ചെയ്യുക. ബ്രിഡ്ജ് ചെയ്യുന്നത് എന്താണ്, മൂവ്മെൻറ്റിൻ്റെ മെയിനെറ്റിൽ വന്നിട്ട് ഈ ഒരു ബ്രിഡ്ജ്, ഈ ആഗുരി ബ്രിഡ്ജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എതീറിയം മെയിനെറ്റിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ മൂവ്മെൻറ്റിലേക്ക് ബ്രിഡ്ജ് ചെയ്യുക. ഇപ്പോൾ എതീറിയം മെയിനെറ്റിൽ എന്താണ് വേണ്ടത്, ഏതൊരു USDC ടോക്കൺ ആണെങ്കിൽ USDT, ഇത് ഏത് വേണമെങ്കിലും ആവാം. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ മൂവ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മൂവ് എത്തിച്ചാൽ മതി. പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. അല്ല USDC USDT ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മുൻകൂട്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പോകുന്ന കുറച്ച് ഡെക്സുകളുണ്ട്, കുറച്ച് സ്വാപ്പ് സൈറ്റുകളുണ്ട്. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, USDCനെ മൂവായിട്ട് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇഷ്ടം യൂസ് ചെയ്യുക, ഏതൊരു യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ ചിലവ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ബൈനാൻസ് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എതിരത്തിലേക്ക് മൂവ് കൊണ്ടുവന്ന് അവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ കുറച്ച് ഫണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ബൈനാൻസ് എന്തായാലും യൂസ് ചെയ്യരുത്. ബൈനാൻസ് എക്സ്ചേഞ്ച് അല്ല, ബൈനാൻസിൽ നിന്ന് ടോക്കൺ മേടിച്ച് ആ ടോക്കൺ ഇങ്ങോട്ട് എതീറിയം മെയിനെറ്റിലേക്ക് ടോക്കൺ അയച്ചതിന് ശേഷം അവിടെ നിന്ന് ബ്രിഡ്ജ് ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട് പൊട്ടും. സോ നെവർ യൂസ് ദാറ്റ്. അതിന് എളുപ്പമുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ബ്രിഡ്ജിനേക്കാൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈനാൻസിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റാമാസ്കിലാണ്, എവിടെ വേണമെങ്കിലും ഫണ്ട് ഇരുന്നോട്ടെ. ഞാനിപ്പോൾ സപ്പോസ് വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് USDT നിങ്ങളുടെ ബൈനാൻസിൽ ഇരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ USDT ബൈനാൻസിൽ ഇരിക്കുന്നത് എന്ത് ചെയ്യുക, അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു മെക്സി അക്കൗണ്ട് വേണം. ഇപ്പോൾ മെക്സി അക്കൗണ്ട് എല്ലാവരും എടുക്കാത്തവർക്കാണ് എന്ത് ചെയ്യുക, ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. അപ്പോൾ മെക്സിയിൽ എന്ത് ചെയ്യുക, അക്കൗണ്ട് ഉണ്ടാക്കുക. ഞാൻ എന്തുകൊണ്ട് ഈ മെക്സിയുടെ പ്രൊമോഷൻ നല്ലതായിട്ടത്, മെക്സി എന്തുകൊണ്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, മെക്സിയും ബൈബിറ്റ് ഉണ്ട്. പക്ഷേ ബൈബിറ്റിൽ എതീറിയം മെയിനെറ്റിൻ്റെ എതീറിയം മെയിനെറ്റ് മൂവ്മെൻറ്റ് മെയിനെറ്റിൻ്റെ അഡ്രസ്സ് ഡിസേബിൾഡ് ആണ്. സോ അത് ഡിസേബിൾഡ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് വിഡ്രോലൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെക്സി യൂസ് ചെയ്യുന്നത്. മെക്സിയിൽ ഇപ്പോൾ ആക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മെക്സി യൂസ് ചെയ്തത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ബൈനാൻസ് യൂസ് ആക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈനാൻസിൽ ഗ്യാസ് ഫീ ആയിട്ട് മാത്രം 15 മൂവ് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ബൈനാൻസിന് യൂസ് ചെയ്യാത്തത്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. നിങ്ങളുടെ ഡിസ്കോഡ് ചോദിച്ചാലും ഇത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി പറയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇപ്പോൾ ബൈനാൻസിലാണ് ഫണ്ട് അല്ലെങ്കിൽ മെറ്റാമാസ്കിലാണ് ഫണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ അതിനെ USDT ആണ് കിടക്കുന്നുണ്ടെങ്കിൽ ആ USDT എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് USDT
ഈ മെക്സിയുടെ ഫണ്ടിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുക. അതെങ്ങനെയാണ് കൊണ്ടുവരിക? നിങ്ങളുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കുക, ഇവിടെ ഡെപ്പോസിറ്റ് പോവുക, USDT സെലക്ട് ചെയ്യുക, ചെയിൻ ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് BNB ചെയിനാണ്. BNB ചെയിനാണ് കുറച്ചുകൂടി ഫാസ്റ്റും കുറച്ച് ഏറ്റവും ലോ ഫീസ് ഉള്ളത് BNB ചെയിനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, BNB ചെയിൻ ചൂസ് ചെയ്യുക, ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുക, വിഡ്രോയിലേക്ക് വരിക, അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാൻ അഡ്രസ്സ് പേസ്റ്റ് ആക്കില്ല. അഡ്രസ്സ് പേസ്റ്റിന് ശേഷം എത്ര എമൗണ്ട് ആണ് കൊടുക്കുന്നത്, ഞാൻ എമൗണ്ട് കൊടുത്തതിന് ശേഷം എന്താ വിഡ്രോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഇവിടേക്ക് എന്തോന്നു USDT വന്നു. അപ്പോൾ USDT സെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുക. 3 സെൻഡ് ചെയ്യാൻ നോക്കണ്ട, നമ്മൾ USDT സെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ USDT എന്ത് ചെയ്തു, ഇവിടെ എത്തി. 0 ഫീസിലാണ് നമ്മൾ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 5 USDT എത്തുമെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ USDT വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൂവ് ടോക്കൺ ഇവിടെ മേടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഈ ബൈ ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്പോട്ട് മാർക്കറ്റിൽ വരിക. ഞാനിവിടെ സ്പോട്ട് മാർക്കറ്റിലാണ് വേണ്ടത്. ക്വിക്ക് ബൈ സെൽ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം മൂവ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മൂവ് ടോക്കൺ മൂവ് USDT എന്ന് കിട്ടും. ആ മൂവ് USDT സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള കറണ്ട് മാർക്കറ്റ് വിലയ്ക്കാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് സെലക്ട് ചെയ്യുക. ലിമിറ്റ് മാറ്റിയിട്ട് മാർക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ 4 USDT ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ബൈ മൂവ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബൈ മൂവ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി, എനിക്ക് മൂവ് ടോക്കൺ ഞാനിപ്പോൾ എന്ത് ചെയ്തു, വാലറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വാലറ്റ്സിലേക്ക് പോകണമെങ്കിൽ എന്ത് കാണാൻ പറ്റും, എനിക്ക് ആകെ $5 അസറ്റ് വേണ്ടി ഉള്ളൂ. $5 മതിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു $3 ഉണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റ് മെയിനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും മിസ്സാക്കാതെ ചെയ്യാൻ പറഞ്ഞത്. വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്പോട്ടിലേക്ക് വരണം. ഞാൻ എന്തൊക്കെ മേടിച്ചിട്ടാണ് നോക്കുക. സ്പോട്ടിലേക്ക് എന്ത് കാണുന്നുണ്ട്, മൂവ് ടോക്കൺ കാണുന്നുണ്ട്. ഈ മൂവ് ടോക്കണാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ മെയിൻ നെറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമല്ലേ. നിങ്ങൾക്ക് ഇതുവരെയുള്ള പ്രോസസ്സ് മനസ്സിലായില്ലേ. അതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് എത്തുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിന് മൂവ്മെൻറ്റ് മെയിൻ നെറ്റ് ചൂസ് ചെയ്യുക. അതാണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. ഏത് കോയിനാണ് ചൂസ് ചെയ്യുന്നത്, മൂവാണ്. ഏത് നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യാനുള്ളത്, മൂവ്മെൻറ്റ് നെറ്റ്വർക്കാണ് ചൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മൂവ്മെൻറ്റ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഫണ്ട് എത്തിയണ്ടേ. അപ്പോൾ മൂവ്മെൻറ്റ് നെറ്റ്വർക്ക് ചൂസ് ചെയ്യുക. ഇവിടെ ചെക്ക് ചെയ്യുക. ഒരു മൂവാണ് ആകെ എന്തുള്ളത്, ഗ്യാസ് ഫീ ആയിട്ടുള്ളത് 0.17 USD. അത്രയും വളരെ കുറവ് ഗ്യാസ് ഫീ മാത്രം കൊടുത്താൽ മതി ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട്. അതിനുശേഷം ഇവിടെ അഡ്രസ്സ് കൊടുക്കണം. ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, റേസർ വാലറ്റ് എടുത്തിട്ട് ആ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ EVM ആയ മെറ്റാമാസ്ക് ചൂസ് ചെയ്യുക. മെറ്റാമാസ്ക് എടുക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ മെയിൻ നെറ്റാണ് ചൂസ് ചെയ്യുന്നത്. അതും ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താ വെച്ചാൽ ഇവിടെ മെയിൻ നെറ്റ് സെലക്ട് ആയിട്ടുണ്ടോ നോക്കുക. വല്ല ടെസ്റ്റ് നെറ്റ് സാധനങ്ങളൊന്നും എടുക്കരുത്. ബാർഡോക്ക് ടെസ്റ്റ് നെറ്റോ അല്ലെങ്കിൽ വേറെ ടെസ്റ്റ് നെറ്റ് മെയിൻ നെറ്റിൽ അഡ്രസ്സാണ് എടുക്കുന്നത്. എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, അതിവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, മൂവ്മെൻറ്റ് എടുക്കുക. എത്ര വിഡ്രോലാണ് കൊടുക്കാനുള്ളത്, ഞാനത് റീഫ്രഷ് ചെയ്യാത്തതാണ് ഈ സ്ക്രീനിലൂടെ വരാത്തത്. ഞാനൊന്ന് റീഫ്രഷ് ചെയ്ത് ഞാൻ സ്ക്രീനിലൂടെ വരും. അതിനുശേഷം എന്ത് ചെയ്യും, ഞാനിവിടെ സെലക്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് 4 എണ്ണം. അപ്പം 4 മൂവോടെ കൊടുത്താൽ 4 മൂവോടെ കാണിക്കും. അതിനുശേഷം സബ്മിറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു മിനിറ്റ് എടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു വാലറ്റിൽ റേസർ വാലറ്റിൽ എന്തിട്ടുണ്ടാവും, നമ്മുടെ മൂവ് ടോക്കൺ എത്തിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ ഒരു $3 $4 വർത്തായിട്ടുള്ള ടോക്കണോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു $2 വർത്തായിട്ടുള്ള ടോക്കൺ ആയാലും നിങ്ങൾക്ക് മതി. അത്ര ഡോളർ വർത്ത് എത്തിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ്മെൻറ്റിലെ മെയിൻ നെറ്റ് ടാസ്ക് എന്തായാലും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെയിൻ നെറ്റിൽ ഫണ്ട് എത്തി. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ടെസ്റ്റ് നെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ടെസ്റ്റ് നെറ്റിലേക്ക് വന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വരിക. ഇതാണ് നമ്മുടെ ടെസ്റ്റ് നെറ്റ് സൈറ്റ്. ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ ഡാഷ്ബോർഡ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് കിട്ടിയ ബാഡ്ജസ്, എൻ്റെ റാങ്കിങ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഞാൻ ഏപ്രിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പകുതിയോട് സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം അവരുടെ ഒരു ബീറ്റ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തോട്ട് സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് നേരത്തെ കണ്ട അതേ സാധനങ്ങൾ കാണാൻ പറ്റും. നമുക്ക് എവിടെയാണ് പോകുന്നത്, ഈ ക്വസ്റ്റിലേക്കാണ് നമുക്ക് എന്ത് ചെയ്തത് പോകേണ്ടത്. അപ്പോൾ എക്സ്പ്ലോർ ക്വസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ക്വസ്റ്റ് കാണാൻ പറ്റും. അവിടെ ഡെയിലി ക്ലെയിം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മെയിനായിട്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫണ്ട് ഇറക്കിയിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ടെസ്റ്റിൻ്റെ പോലെയുള്ള ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മെയിനായിട്ട് 100% കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ ദിവസം പോലും വിടാതെ ഈ ഒരു സാധനം ക്ലെയിം ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, ഡെയിലി കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴേക്ക് വന്ന് ഞാൻ കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കുറേ ടാസ്കുകളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വെറുതെ എന്താണ് എക്സ് ഫാക്ടർ, എക്സ് കണക്ട് ചെയ്യുക, റെഡിറ്റ് കണക്ട് ചെയ്യുക, ഡിസ്കോഡ് കണക്ട് ചെയ്യുക, വാലറ്റ് കണക്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സെക്കൻഡ് വാലറ്റ് ഒക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ ഡാഷ്ബോർഡിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രൊഫൈലിൽ കണക്ട് ചെയ്താൽ മതി. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതെന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്യുക. OKS വാലറ്റ് ഉണ്ട്, റേസർ വാലറ്റ് ഉണ്ട്, അത് നൈറ്റ്ലി വാലറ്റ് ഉണ്ടെങ്കിൽ നൈറ്റ്ലി വാലറ്റ് കണക്ട് ചെയ്താൽ മതി. ഞാൻ നൈറ്റ്ലി വാലറ്റ് ആണ് സെക്കൻഡറി വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നൈറ്റ്ലി വാലറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ സോഷ്യൽ ടാസ്ക് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ആകാൻ നോക്കുക, വളരെ എളുപ്പമാണ്. അപ്പോൾ സോഷ്യൽ ടാസ്ക് ഒക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഓൺ ചെയിൻ ടാസ്ക് ആണ്. അപ്പോൾ ഓൺ ചെയിൻ ടാസ്ക് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മൾ ഓൾറെഡി നമ്മൾ വാലറ്റിൽ നമ്മൾ ഫണ്ട് കൊണ്ടുവന്നിട്ട് ഇനി എന്താ ചെയ്യാനുള്ളത്, നമുക്കിനി ഓരോ ഡാക്സുകൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്മളിവിടെ പോയി എക്സ്പ്ലോറിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ആപ്സും സെഷൻ ഉണ്ട്. അത് എടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതായത് മൂവ്മെൻറ്റിൽ ബിൽഡ് ചെയ്യുന്ന എല്ലാ ഡാപ്പുകളും ലിസ്റ്റ് കാണാൻ പറ്റും.
അപ്പോൾ ഇതിൽ എല്ലാ ഡാപ്പുകളും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മൂഡ് ഔട്ട് ഫണ്ട് എന്നൊരു ഡാപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊരു ഡെക്സ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ആ ഡെക്സിൽ പോയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മീം കോയിൻ സെഷനാണ്. പക്ഷേ ഞാൻ എടുത്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാസ്പെർസ്കി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ ത്രെട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഇത് കയറുമ്പോൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഭാഗ്യത്തിന് എൻ്റെ കാസ്പെർസ്കി എന്ത് ചെയ്തു, അത് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നിട്ട് എല്ലാ ട്രാൻസാക്ഷനും ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മൂവ്മെൻറ്റ് വാലിറ്റ് എല്ലാ ഫണ്ടും ഡ്രെയിൻ ആയി പോയേനെ. പക്ഷേ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ മൂഡ് ഔട്ട് ഫണ്ട് എടുക്കേണ്ട. അതുപോലെ നിങ്ങൾ ഓരോ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ, ഓരോ ടാപ്സ് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് വേണമെങ്കിൽ ഡിസ്കോഡിലോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ ഒന്ന് ചോദിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഡാപ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രാപ്സ് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഡെയിലി ആക്ടിവിറ്റി ഉള്ളത്, നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഡെയിലി ഒരു ട്രാൻസാക്ഷൻ ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും ചെക്ക് ഇൻ ചെയ്യുന്നതിനൊപ്പം എന്ത് ചെയ്യുക, ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക. അതുപോലെ തന്നെ 2 ഡാപ്പിൽ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ ചെയ്യണം. പിന്നെ ഉള്ളത് 25 പ്രാവശ്യം, 50 പ്രാവശ്യം, 100 പ്രാവശ്യം, 250, 500 പ്രാവശ്യം. ചിലവരൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞത് ഒരു ദിവസം കൊണ്ടൊക്കെ 500 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിരുന്ന. ഇവിടെ നിങ്ങൾക്ക് ഒരു ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് മെയിൻ നെറ്റിൽ 500 1000 ട്രാൻസാക്ഷൻ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ല. കാരണം സിബിളായിട്ടോ ബോട്ടായിട്ട് കണ്ടിട്ട്, കാരണം മെയിൻ നെറ്റിലല്ല, ടെസ്റ്റ് നെറ്റിലാണ് അങ്ങനെ എന്ത് ചെയ്യുക, ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യുക, കുറേ ഇഷ്യൂ ആയിട്ട് കൂട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാനിവിടെ ഇങ്ങനത്തെ 3 ഡിഫറെൻറ്റ് ആപ്സ് ഒക്കെ ചെയ്തു. എനിക്ക് ഇതിന് ആകെ ചിലവ് വന്നത് 0. സത്യം പറഞ്ഞാൽ ഒന്നും ചിലവൊന്നുമല്ല. ഈ 0 ഫീസ് ആണെങ്കിൽ ഇന്ന് ചിലവ് വന്നിട്ടുള്ളത് നിയർലി 0 ഫീസ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സ്വാപ്പ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ എൻ്റെ വാലറ്റ് ഫസ്റ്റ് കണക്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി ആപ്പ് എന്നത് മെറിഡിയനാണ്. മെറിഡിയൻ നല്ലൊരു ആപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ പൂളൊക്കെ ഉണ്ട്, സ്റ്റേക്കിംഗ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ പൂൾ എടുക്കുക. നിങ്ങൾക്ക് അറിയാലോ, സ്വാപ്പ് നിങ്ങൾക്ക് പൂളിൽ ഏത് പെയറാണുള്ളത് ആ പെയറിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് പൂൾ ഇടാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ LBTC WBTC ആണ് നിങ്ങൾ പൂളിൽ ആഡ് പൂൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ 2 കോയിൻ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്ത് നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ പൂൾ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൂടെ കാണാൻ പറ്റും 119 മൂവ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ കുറച്ച് ഫണ്ട് കൊണ്ടുവന്നു. അതൊക്കെ ചിലവായത് വിധം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, മൂവ് ടോക്കൺ ഇവിടെ സെലക്ട് ചെയ്തു. 0.001 ഇത്ര എമൗണ്ട് ടോക്കൺ എടുക്കുന്നത്. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറേ എറർ കാണിക്കും. നമ്മൾ ചെക്ക് ചെയ്യണം. പല എറർ വരുമ്പോൾ എന്ത് ചെയ്യുക, പല ഡാപ്പിൽ ട്രൈ ചെയ്യുക. ഞാൻ ഇതിൽ വീണ്ടും ട്രൈ ചെയ്യുകയാണ്. ഞാനിപ്പോൾ 0.01 ഇതിൽ ഇൻസഫിഷ്യൻറ്റ് ലിക്വിഡിറ്റി എന്ന് കാണിക്കുന്നത്. USDT എടുത്തപ്പോൾ ഞാൻ USDT കൊടുത്തില്ല. അപ്പോൾ ഞാൻ സ്വാപ്പ് കൊടുക്കുന്നു. സ്വാപ്പ് കൊടുക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ റേസ് വാലറ്റ് തുറന്നു വരും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫീ ആയിട്ട് $0 ആണ് എന്ത് വരുന്നത്, മാക്സിമം ഫീ ആയിട്ട്. അതായത് വളരെ ചെറിയൊരു ഫീ, 0.002 ആണ് വരുന്നത്. വളരെ ചെറിയ എമൗണ്ട് ആണ്. കാരണം ഒരു മൂവ് ടോക്കൺ എന്ന് പറഞ്ഞാൽ 0.1 ആണ് ഡോളർ എന്ന് പറയുന്നത്. ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് നിയർലി 0.2. അത്രയും ചെറിയൊരു എമൗണ്ട് ആണ് ഗ്യാസ് ഫീ ആയിട്ട് മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതെല്ലാവരും ചെയ്തോ. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. വളരെ ചെറിയ എന്ന് പറഞ്ഞാൽ ഒരു 50 രൂപ പോലും നിങ്ങൾക്ക് എന്തില്ല, ഈ മെയിൻ നെറ്റിൽ 500 ട്രാൻസാക്ഷൻ ചെയ്താലടക്കം പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ഷുവറായിട്ട് ചെയ്തോളാൻ പറഞ്ഞത്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു, ഒരു ട്രാൻസാക്ഷൻ നടന്നു. ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ നേരെ ഇവിടെ വന്ന ശേഷം ഇന്നൊരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വെരിഫൈ ആവാൻ നോക്കാം. വെരിഫൈ ആയി, ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് 50 XP കിട്ടി. ഈ 50 XP കിട്ടുന്നതിന് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ലെവൽ കൂടും. ബ്രോൺസ്, സിൽവർ, അങ്ങനെ ഓരോ ലെവലിലേക്ക് എത്തും. ആ ലെവലൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരിക. ഇനി അടുത്ത് എന്താ പറയുക, 2 ഡിഫറെൻറ്റ് ആപ്സിൽ ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാനിപ്പോൾ മെറിഡിയനിൽ ചെയ്തല്ലോ. അടുത്ത് എന്താ റൂട്ട് എക്സിലേക്ക് വിടുന്നു. റൂട്ട് എക്സിൽ വന്നപ്പോൾ എന്ത് ചെയ്താൽ, എനിക്ക് റൂട്ട് എക്സിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഓക്കെ, മൂവ് വന്നിട്ടുണ്ട്. ഞാൻ മൂവ് ടോക്കൺ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ഒരു 0. നേരെ വന്ന് 0.01 എന്ന് പറഞ്ഞാൽ വാല്യൂ സെലക്ട് ചെയ്യാണ്. USDT. ഇപ്പോൾ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി നോക്കാം. ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഞാൻ വാല്യൂ ഇവിടെ കാണിക്കും. ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്വാപ്പ് എടുത്തു. സ്വാപ്പ് എടുത്തതിന് ശേഷം ഇവിടെ എനിക്ക് ഫീസ് ആയിട്ട് കാണാൻ പറ്റും. 0.002 തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫീസ് വരുന്നത്. അതും എന്തില്ല, ഒരു വാല്യൂ പോലും, അതായത് ഒരു പൈസ പോലും, 5 പൈസ പോലും ഇല്ലാന്നാണ് എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്താ ഫീ കാണിക്കുള്ളൂ. ഓക്കെ, എറർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അടുത്തൊരു ആപ്പിലേക്ക് പോകണം. യൂസു നല്ലൊരു ആപ്പാണ്. അപ്പോൾ ഞാൻ അതിൽ എന്താണ് 0.001 ചെയ്തു. നിങ്ങൾക്കിപ്പോൾ ഇതുപോലെ ഓരോ ആപ്പിൽ എറർ വരുമ്പോൾ എന്ത് ചെയ്യാം, കോയിൻ എന്തൊക്കെ മാറ്റി വെക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് കോയിനൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചേഞ്ച് ആവും. അതായത് നമ്മളിവിടെ USDT EL എടുത്തേ. അപ്പോൾ അതിന് പേര് എന്ത് ചെയ്യുക, USDC ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ മുന്നേ സ്വാപ്പ് ചെയ്ത എമൗണ്ട് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ എറർ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു 0.01 കൊടുക്കണം. അതിനുശേഷം ഇവിടെ സ്വാപ്പ് കൊടുത്തോട്ടെ. മൊസൈക്കൊക്കെ ഇന്നലെ എനിക്ക് വളരെ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോന്നിൻ്റെയും അവൈലബിലിറ്റി അനുസരിച്ച് മാത്രമാണ് നോക്കുക. ഓക്കെ, ഇതിൽ മാക്സ് ചെയ്യുന്നതുകൊണ്ട് ഒന്നുമില്ല എന്ന് കാണിക്കുന്നത്. ഞാൻ 0 ഫീസ് കൊടുക്കണം. അപ്പോൾ മൊസൈക്കിൽ വേണമെങ്കിൽ ട്രസ്റ്റായിട്ട് പെട്ടെന്ന് വേണമെങ്കിൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പെട്ടെന്ന് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 1 പെൻഡിങ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, എറർ സ്വാപ്പ് എന്ന് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും സ്വാപ്പ് കൊടുക്കുകയാണ്. ഇവിടെ വന്നു, ഞാൻ ഇവിടെ കൊടുക്കണം. ഓരോ ട്രാപ്പും ഞാൻ അങ്ങനെ മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4 ട്രാപ്പാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനിയും കുറേ ട്രാപ്പുകളുണ്ട്. ഇപ്പോൾ ഇവിടെ ഗ്യാസ് വന്നിട്ട് 0.001 ആണ്. ഇനിയും കുറേ ട്രാപ്പുകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഞാൻ മെയിനായിട്ട് ഈ 4 ട്രാപ്പ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ റിസ്ക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രാപ്പ് വേറെ തോന്നുകയാണെങ്കിൽ അത് എടുക്കുക.
ഇപ്പോൾ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ പാർത്തിനുള്ളിൽ വരുന്നു, ഇവിടെ ഡെയിലി ആപ്പ് ഡ്യുവൽ വരുന്നു, വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ 2 ടാപ്പ് ക്ലിക്ക് ചെയ്തില്ലേ, അപ്പോൾ എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു, അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ചെയ്തു 50 XP കിട്ടി. അപ്പോൾ ഇതിന് എച്ച് പി കൂട്ടി കൂട്ടി പോവുക, എന്നാലാണ് നിങ്ങൾ ലീഡർ ബോർഡിൽ ഏറ്റവും മേലേക്ക് വരുള്ളൂ. ഇനിയുള്ളത് എന്താണ്, 25 ടൈംസ് 50 ടൈംസ് ആണ്. ഇത് ഞാൻ സമയം പോലെ എന്ത് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യും. മൈനസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ബാഡ്ജസ് കിട്ടും. ഞാൻ കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതിനൊക്കെ ഓരോ ബാഡ്ജസ് ഒക്കെ ഉണ്ടാവും. ഈ ബാഡ്ജസിനൊക്കെ വളരെയധികം വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലൊക്കെ കാണുന്ന ബാഡ്ജസ് ഓർമ്മ ഉണ്ടാവും. അതുപോലെ എല്ലാ ബാഡ്ജസും കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതുവരെയുള്ള ബാഡ്ജസ് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് കണക്ട് ചെയ്യാൻ നോക്കുക. സമയം കിട്ടുന്ന അനുസരിച്ച് ഒരു ദിവസം ചെയ്യുന്നില്ല, കാരണം ഇത് ഏർലി സ്റ്റേജ് ആണ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും കുറേ അപ്ഡേഷൻസ് ഒക്കെ ഇതിൽ വരാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ടൈം എടുത്ത് ഒരാഴ്ചയോ 5 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം എടുത്ത് എന്ത് ചെയ്താൽ മതി, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി. 500 ട്രാൻസാക്ഷൻസ് ഒരു ദിവസം ഒരു 50 ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ 50 ട്രാൻസാക്ഷൻ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 10 ദിവസം കൊണ്ട് തരില്ലേ, അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ NFTs ആണ്. ഇപ്പോൾ NFTs എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാണ് എൻ്റെ കുറച്ച് ഫണ്ട് പോയത്. അപ്പോൾ ഇതിൽ കുറച്ച് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 31 ഡേയ്സ് ഓഫ് NFT എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. 31 ഡോം, അതാണ് 31 ഡേയ്സ് ഡോം എന്ന് പറഞ്ഞാൽ 31 ഡേയ്സ് ഓഫ് NFT, മൂവ്മെൻറ്റ് NFT എന്ന് പറയും. അപ്പോൾ ഈ NFTs കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഫണ്ട് മേടിക്കണം. പക്ഷേ എല്ലാ NFTs കിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്, ഒരു 7 NFTs ആണ് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ, 7 എത്ര NFT ഉണ്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് എന്താണ്, ഞാനിത് ലിങ്ക് കൊടുക്കാം. ഈ ട്രേഡ് പോർട്ടിൻ്റെ സൈഡിൽ വരാം. അതിനുശേഷം ഇവിടെ എന്ത്, ഇവിടെ വന്നതിന് ശേഷം എന്ത് വേണം, നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ പറ്റിയ NFTs ഇവിടെ കാണാൻ പറ്റും. ചിലതിലൊക്കെ വൈ ലിസ്റ്റ് വേണം. ഇവിടെ സീറോ സ്പോട്ട് തന്നെ ഇപ്പോൾ മേടിക്കാൻ പറ്റില്ല, സീറോ സ്പോട്ട് മേടിക്കാൻ പറ്റില്ല. ഞാനിത് കുറേ മേടിച്ചാണ് ഇവിടെ കാണാത്തത്. ഇതൊക്കെ ഞാൻ മിൻറ്റ് ചെയ്തെടുത്തായിരുന്നു. ഇപ്പോൾ ഇന്നലെ മിൻറ്റ് ചെയ്തെടുത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഡേ 15 അപ്പ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മിൻറ്റ് എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 15 ഡേയിൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞാൽ, പക്ഷേ ഞാനിപ്പോൾ മേടിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച കാണണ്ട, ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. പക്ഷേ ഒരു NFT മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാകെ 4400 പേര് മിൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ആലോചിക്കാം, ഈ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്ന ആൾക്കാരുകൾ വളരെ കുറവാണ്. കാരണം ഈ NFT ഒക്കെ മിൻറ്റ് ചെയ്തെടുത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ എണ്ണം നോക്കിയാൽ നമുക്കൊന്ന് മനസ്സിലാവും. ഓക്കെ, ഇത്ര പേരെങ്കിലും മിനിമം ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NFT ഒരു കോസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമുക്ക് എത്ര പേരുണ്ടെന്നുണ്ട്, ഇത് ആകെ 6000 4000 പേര്. അപ്പോൾ ലെസ് ദാൻ 10,000 പീപ്പിൾ എന്ന് ഞാൻ പറയുള്ളൂ. അത്ര ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു മെയിൻ നെറ്റ് ആക്ടിവിറ്റി ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ റിവാർഡ് വരുമ്പോൾ ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റിവാർഡ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊരു എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്തായാലും റിവാർഡ് കിട്ടും. ഞാൻ $500 കൊണ്ട് ഇറക്കാമെന്നാണ് ഇറക്കരുത്. വളരെ ചെറിയ എമൗണ്ട് കൊടുക്കുക. ലെസ് ദാൻ $10 ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡോളർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ചെയ്താൽ മതി. ഞാനിത് മിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീ ഞാൻ കാണിച്ചില്ല. ഞാനിപ്പോൾ എന്തായാലും മിൻറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, 5 മൂവ് ടോക്കണാണ് എന്ത് ഫീ ആയിട്ട് കാണിക്കുന്നത്. 5 മൂവ് ടോക്കൺ എന്ന് പറഞ്ഞാൽ $1 വർത്ത് ആയിട്ടുള്ള ടോക്കണാണ് ഇവരുടെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് പോകുന്നത്. അത് മാത്രമാണ് ഇത് ആകെ ഒരു ഇഷ്യൂ ഉള്ളത്. ഞാൻ മിൻറ്റ് കൊടുത്താൽ എന്ത് പറ്റും, എൻ്റെ 113 ഉള്ളത് 114 മാറും. അപ്പോൾ അത്ര ടോക്കൺ എന്ത് ചെയ്തു, എൻ്റെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് പോകുന്നതാണ് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് എന്ത് ചെയ്തു, ഈ ഒരു NFT കിട്ടി. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ 4-5 NFT മാത്രമേ ഉള്ളൂ. ഇനിയും കൂടുതൽ വേണം. 8 NFT ആയാലാണ് എന്ത് ചെയ്യുക, എനിക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 13 NFT കംപ്ലീറ്റ്, ഇത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 8 NFTയുടെ ക്വസ്റ്റ് വരെ കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ ഡെയിലി ആക്റ്റീവ് ആയ ആൾക്കാർ മാത്രമാണ് എന്ത് ഈ 23 NFT വരെ കിട്ടുള്ളൂ. ബാക്കി ഈ 3 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈ ലിസ്റ്റ് ഇല്ലാത്തത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു NFT എന്ത് എനിക്ക് മിൻറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, എനിക്ക് കുറച്ച് NFTs കിട്ടാനുണ്ട്. NFTs കിട്ടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കാണിക്കാം. ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് മിൻറ്റ് ചെയ്യാനുണ്ട്, ഇത് മിൻറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അപ്പോൾ 8 മിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $8 വേണം. അത്രേ ഉള്ളൂ അർത്ഥം. അപ്പോൾ ഇതുപോലെ ഈ 4 കിടക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടി മിൻറ്റ് ചെയ്താൽ എനിക്ക് 8 ആവുള്ളൂ. പക്ഷേ ഇത് എന്നാണ് എനിക്ക് സ്റ്റാർട്ട് ഡേറ്റ് ടു ബി ഡിസ്കസ് വന്നത്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇത് വന്നാൽ എന്ത് ചെയ്യും, ഞാനിതൊക്കെ മിൻറ്റ് ചെയ്യും. എന്തായാലും ഈ കിടക്കുന്ന ആൾക്കാരൊക്കെ മിൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് മുന്നായിട്ട് ഈ ആഴ്ച കൊണ്ട് തന്നെ മിൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ട്രാൻസാക്ഷൻ ആവാനാണ് ഞാൻ ഓരോ ഒരു NFT വെച്ച് മിൻറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ കൂടി ആയല്ലോ, എനിക്ക് അത് കുറയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ NFT മിൻറ്റ് ആണെങ്കിൽ $8 വേണ്ടും. അപ്പോൾ അങ്ങനെ 8 NFT മിൻറ്റ് ചെയ്ത് എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കോസ്റ്റ് കൂടി, ഈ 8 NFTയുടെ മിൻറ്റ് കോസ്റ്റ് കൂടി എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഞാൻ 1 NFTയുടെ ഓൾറെഡി കംപ്ലീറ്റ് ആയി, അതാണ് ഇവിടെ കാണാത്തത്. ഞങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ കണ്ടില്ലേ, ഹോൾഡ് ലിസ്റ്റ് 131 ഡേയ്സ്, അത് ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത NFT എന്ന് പറഞ്ഞാൽ ഇതുപോലെ താഴെ കാണുന്ന മൂവ്മെൻറ്റ് NFT ആണ്. ഇതിന് നല്ല ഫണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു NFT ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കൺഫേം ചെയ്ത് നോക്കാം ആയിട്ടാണെന്ന്. ഒരു അപ്പെന്ന് വന്നിട്ട് ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ താഴോട്ട് വന്ന് എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. എൻ്റെ ഡാഷ് ബോർഡിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ എത്ര NFT നോട്ടെ കണ്ടില്ല. ഞാനിപ്പോൾ ഇവിടെ മിൻറ്റ് ചെയ്ത NFT ഉണ്ടാവും. ഞാൻ ഇന്നലെ ഒരു അപ്പൊന്ന് ഒരു NFT മിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിവിടെ കാട്ടുന്നില്ല, എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ കിട്ടിയ ഓക്കെ ഡേ 15 അപ്പ് നെറ്റ്വർക്ക് എന്തോ സാധനം കാട്ടുന്നുണ്ട്. ഞാൻ മിൻറ്റ് ചെയ്താന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ NFT കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, മെയിൻ നെറ്റ് ഗൈഡ് എന്ന സാധനത്തിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ തന്നെയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവിടെ NFTസിൻ്റെ ഒരു പാർത്തിനോ ന്യൂസിൽ എവിടെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുമ്പോൾ ചാനലിൽ ഞാൻ എന്തായാലും ഇടാം. നമ്മുടെ ഈ ഒരു മെസ്സേജിനൊപ്പം തന്നെ ഇടാം. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ താഴെയുള്ള NFTs മൊത്തം എന്ത് ചെയ്യുക, അവർ കൊടുക്കുന്ന NFT നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലതിനൊക്കെ നല്ല ഫണ്ട് വേണം. ഇപ്പോൾ NFTs മിൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം 7000 മൂവ് ടോക്കണൊക്കെയാണ് ചിലതിനൊക്കെ മിൻറ്റ് പ്രൈസ് വന്നിരുന്നത്. പക്ഷേ വേറൊരു NFT ഉണ്ട്, ഒരു ഗൊറില്ല എന്ന NFT. പക്ഷേ ഞാൻ അത് ടീമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്
അത് ആകെ കുറച്ച് പേർക്ക് 300 ആൾക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ആർക്ക് കൊടുത്താന്ന് വെച്ചാൽ ഗൊറില്ല മൂവേഴ്സ് എന്ന് പറഞ്ഞൊരു ഡിസ്കോഡ് ചാനലുണ്ട്. ഇവിടെ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരെന്ത് ചെയ്യണം, വൈറ്റ് ലിസ്റ്റ് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് അവർ മിൻറ്റിങ് കൊടുക്കണം എന്ന് പറയണം. ഇപ്പോൾ അവർ ഞാൻ ചോദിച്ചപ്പോൾ ഒരാൾ വന്ന് 1 to 3 മന്ത് ആൾ ഒരു ആക്റ്റീവായിട്ട് ഇതിനുള്ളിൽ നിന്നു. ഒരു ഇത്ര മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ആക്റ്റീവായിട്ട് നിന്നപ്പോൾ എന്ത് ചെയ്തു, അവർ ഗ്രൈൻഡ് കൊടുത്തുന്ന അവർ മിൻറ്റ് അളവ് കൊടുത്തു പറഞ്ഞാൽ അതിന് മിൻറ്റ് പ്രൈസ് ആയിട്ട് 7,000 മൂവാണ് അതിൻ്റെ മിൻറ്റ് പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ അത്രയും വാല്യുള്ള ഇതെന്ത് NFT ആണ് അവിടെ കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്ത് ചെയ്യാം, ആ NFT വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കോഡ് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാം. ഇതുപോലെ വേറെ ടോക്കൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ മൂവ്മെൻറ്റിൻ്റെ ഡിസ്കോഡിൽ വന്നിട്ട് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഡിസ്കസ് ചെയ്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടാവും, ജനറൽ ഉണ്ട്, പാർത്തനോ ഹെൽപ്പ് ഉണ്ട്, ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യും, അവർ കുറേ പേര് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ മൂവ്മെൻറ്റ് NFT നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, NFTസിൻ്റെ ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യുക, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. 50 XP ആണ് ഇതിന് കിട്ടുന്നത്. ബാക്കി 7 ഒക്കെ കിട്ടണമെങ്കിൽ നല്ല പൈസ വരും. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഫണ്ട് വലിയ കൊടുത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട, വളരെ ചെറിയ എമൗണ്ട്. ഇപ്പോൾ ഈ 1 NFT കിട്ടണമെങ്കിൽ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ 8 NFT ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു $8 ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ നോക്കുക. പിന്നെ ഈ 500 ടൈംസ് ഇത്ര ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യുക, എല്ലാവരും മാത്സ് കംപ്ലീറ്റ് ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പോലെ നമ്മൾ നേരത്തെ എക്സ്പ്ലോറിൽ കണ്ടില്ലേ, അതുപോലെ സ്പാർട്ടൻസ്, സ്കോളേഴ്സ് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. ഇതൊക്കെ അപ്ഡേറ്റ് വരുന്നുള്ളൂ. വളരെ ഏർലി സ്റ്റേജാണ്. ബീറ്റാന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ടെസ്റ്റ് നമ്മൾ വായിൽ വരുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഇനി റിവാർഡ് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ പറയുന്നത്. വളരെ കുറച്ച് ഫണ്ട് കൊടുത്ത് മാത്രം ചെയ്യാൻ നോക്കുക. ഒരു $3 കൊടുത്ത് ചെയ്യാൻ മതി. അത്ര നന്നായി ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ NFT ഒക്കെ മേടിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തോ, അല്ലാത്തതാണെങ്കിൽ ചെറിയ എമൗണ്ട് കൊടുത്ത് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു മെയിനായിട്ട് റിവാർഡ് ഇതിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരുപാട് റിപ്പീറ്റ് ചെയ്യാണ്, പെട്ടെന്നൊന്നും ഇതിന് റിവാർഡ് വരാൻ ചാൻസ് ഇല്ല, വളരെ ടൈം എടുക്കുമായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഇതൊരു ഓൺഗോയിങ് ഒരു പ്രൊജക്റ്റ് ആയതുകൊണ്ട് വളരെ നല്ല ടൈം എടുക്കുമായിരിക്കും. ഇനി ഇവരുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഇതുകൂടി അറിയണം. ഇപ്പോൾ ഇവരെ ETF-ലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുറേ കോൺസിക്വൻസ് ഒക്കെ ഉള്ള കാരണം അതിൻ്റെ ഭാവി എന്താവുമെന്ന് കൂടി അറിയില്ല. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഫണ്ടിലും മൂവ് ടോക്കൺ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അവരുടെ ടോക്കണിൽ നിന്ന് കുറേ ടോക്കൺ സെല്ല് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോക്കൺ വീണ്ടും ഡംപ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവർ വീണ്ടും ബൈ ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഇതിൻ്റെ പ്രൈസ് വീണ്ടും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മാർക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ ടോക്കണിനെ സംബന്ധിച്ച മാർക്കറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ചാനൽ നമ്മൾ എന്താ ഇടാം. അതുപോലെ തന്നെ മൂവും സ്വീയും തമ്മിൽ വളരെയധികം കൊളാബറേഷൻ ഉണ്ട്. അപ്പോൾ സ്വീ ടോക്കൺ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ മൂവ് ടോക്കണും ഭാവിയിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവരുടെ പ്രൊജക്റ്റ് കുറേ ഇക്കോസിസ്റ്റം പാർട്ട്നേഴ്സ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സോ അതും നിങ്ങളിത് ഒരു മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഈ ഡെക്സിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി ഒരു 1-2 പ്രാവശ്യം ചെയ്യാൻ നോക്കുക. ഒരു പ്രാവശ്യം കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു. മൂവ്മെൻറ്റ് മെയിനായിട്ട് അല്ലെങ്കിൽ ഏത് മെയിനായിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും മാക്സിമം എഫേർട്ട് ഒരു ദിവസം ഒരു 10 മിനിറ്റേനും കൊടുത്ത് അല്ലെങ്കിൽ 5 മിനിറ്റേനും കൊടുത്ത് ഇതിലുള്ള ആക്ടിവിറ്റീസ് ഒരു ഡെയിലി കംപ്ലീറ്റ് ആക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ടെസ്റ്റ് നെറ്റ് പോലെ വെറുതെ ലാഗ് ആപ്പിക്കരുത്. നിങ്ങളുടെ ഫണ്ട് ഇടയ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള കമ്മിറ്റ്മെൻറ്റ് എന്തായാലും കൊടുക്കുന്ന ആശംസിക്കുന്നു. നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.